ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ പല ആൾക്കാർ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പല ആൾക്കാരും ചിലപ്പോൾ ജീവിതത്തിൽ പല ഫെയിലിയറുകൾ കണ്ടിട്ടുണ്ടാവാം, ഇതിനു മുമ്പ് ചിലപ്പോൾ ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ജീവിതത്തിൽ നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ആദ്യം വിശ്വസിക്കാൻ സാധിക്കും. നമ്മുടെ പാസ്റ്റ് അനുഭവങ്ങളും ഫ്യൂച്ചറുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു സാധനമാണ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന്, മനുഷ്യർക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് പാസ്റ്റ് മെമ്മറൈസ് ചെയ്യാൻ, കുഞ്ഞുനാളിലെ മുതലുള്ള കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കും. ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഒരു 20 വർഷം കഴിഞ്ഞുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവികൾക്ക് മാത്രം കൊടുത്തിരിക്കുന്നതാണ്. മൃഗങ്ങൾക്കോ മറ്റു പക്ഷിമൃഗാദികൾക്കോ ഇല്ലാത്ത ദൈവം തന്നിരിക്കുന്ന ഒത്തിരി സ്പെഷ്യാലിറ്റികളാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, മൃഗങ്ങൾക്ക് പലതിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ പറ്റും, നമ്മൾ കളർ കാണാതെ. നമ്മളിവിടെ എത്ര ആൾക്കാർ കളർ സാരിയും കളർ ഡ്രസ് ഇട്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മൃഗങ്ങൾക്ക് പലതും കാണാൻ പറ്റില്ല, ബ്ലാക്കും വൈറ്റും മാത്രമേ അവർക്ക് മിക്കവാറും എല്ലാം. ആനക്കൊക്കെ ബ്ലാക്കും വൈറ്റും മാത്രമേ കാണാൻ പറ്റൂ, വേറെ കളറൊന്നും അവർക്ക് കാണാൻ പറ്റില്ല. അതിനുള്ള ഭാഗ്യം അവർക്ക് കൊടുത്തിട്ടില്ല, നമുക്കതിനുള്ള ഭാഗ്യം. അത് മാത്രമല്ല, ഒത്തിരി ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ഒരു മെയിലും ഫീമെയിലും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് എൻജോയ്മെന്റിന് വേണ്ടി ആകെ ചെയ്യാൻ പറ്റുന്നത് മനുഷ്യന് മാത്രമാണ്. ബാക്കിയെല്ലാം റീപ്രൊഡക്ഷന് മാത്രമേ കൊടുത്തിരിക്കുന്നു, റീപ്രൊഡക്ഷന്റെ സമയത്ത് മാത്രം, വേറെ ഒന്നുമില്ല. അവർക്ക് അതിനുള്ള എൻജോയ്മെന്റിനുള്ള ഭാഗ്യം കൊടുത്തിട്ടില്ല ദൈവം. ഇതുപോലെ ഒത്തിരി പ്രത്യേകതകളോടെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും കൂടുതലും നെഗറ്റീവായിട്ടാണ് വന്ന് ഭവിക്കുന്നത്. പാസ്റ്റ് മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ പാസ്റ്റിലെ നെഗറ്റീവ് മുഴുവൻ മെമ്മറൈസ് ചെയ്തിരിക്കും. പാസ്റ്റിലെ നെഗറ്റീവാണ് അറിയാതെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ മുമ്പോട്ടൊരു കാര്യത്തിന് റിസ്ക് എടുക്കാനും മുമ്പോട്ടൊരു കാര്യത്തിന് ചെയ്യാതിരിക്കാനുള്ള കാരണം പാസ്റ്റിലെ നെഗറ്റീവ്. പാസ്റ്റിൽ ഇഷ്ടംപോലെ പോസിറ്റീവ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കത്ത് പോലുമില്ല, നെഗറ്റീവ് മുഴുവൻ കാര്യം ചെയ്തുകൊണ്ടാണ്. ഈ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അറിയാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ഏത് സ്പോർട്സിലോ ഗെയിംസിലോ നിങ്ങളൊക്കെ ഞാൻ പറയുന്ന റോൾ മോഡൽ ആക്കണം. ചുമ്മാ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല ആൾക്കാരും പോയി സിനിമയ്ക്ക് പോകും, മോഹൻലാലിന്റെയും മമ്മൂട്ടി ഇവരൊക്കെ സിനിമയ്ക്ക് അവരൊക്കെ ആരാധിച്ചിട്ടുണ്ട്. എത്ര പേര് ഇവരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു, ഇവരുടെ ജീവിതം ഒന്ന് ഒബ്സർവ് ചെയ്തു. ഇപ്പോഴും അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക്, ഇപ്പോഴും ഒരു ചില സിനിമയും മറ്റും അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഇറക്കി പറയാറുണ്ട്. മോഹൻലാലിലൊക്കെ ഇന്നാളുണ്ട് ഈ അടുത്ത കാലപ്പാണ്ട് ഇപ്പൊ തുടരുമെന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റായത് എല്ലാവരും പോയി കണ്ടു. ഒരു ആവറേജ് സിനിമയേ ഉള്ളൂ, പക്ഷെ ഹിറ്റാണെന്ന് പറയുന്നതിന്റെ കാരണം ഈ കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടെ ഇറങ്ങിയത് മുഴുവൻ വധമായിരുന്നാണ്. ഇതിപ്പം അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമാണെന്നുകൊണ്ടാണ് കഷ്ടിച്ച് ഓടുന്നത്. പണ്ടത്തെ അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പഴയ സിനിമകളൊക്കെ ഇപ്പോഴും റിലീസ് ചെയ്താൽ ഇതിനൊക്കെ കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ ഒരു പ്രൊഡക്ഷൻ പോകണ്ട. ചുമ്മാ സിനിമയൊക്കെ പഴയതൊക്കെ ചുമ്മാ വിട്ടേണ്ടത്, ഹരിഹർ നഗറോ അല്ലെങ്കിൽ കിലുക്കോ താളവട്ടോ ഒക്കെ ചുമ്മാ എടുത്തിട്ടാൽ മതി. ചുമ്മാ ആൾക്കാർ ഇതിൽ കൂടുതൽ ആൾക്കാർ കയറുന്നതായിരിക്കും, ഒറ്റ പൈസ അവർ മുടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഹിറ്റാവാൻ കാരണം ഇതിനു മുമ്പത്തെ ചില സിനിമകൾ, ഇപ്പം ഞാൻ അതിനൊന്നും മോശമായിട്ടുള്ള പറഞ്ഞത്, അതിന്റെ പോസിറ്റീവ് വശം ഞാൻ പറയാം. അതായത് ഏതായിരുന്നു ഒരു ഒരു സിനിമ ഉണ്ടായിരുന്നു, ബാറോസ്. ആ സിനിമയൊക്കെ ആ പുള്ളിയുടെ വീട്ടിലുള്ളവർ ഒരു 200 രൂപ കൊടുത്ത് 2 മണിക്കൂറോടെ പോയിരുന്ന് കാണും. എനിക്ക് തോന്നുന്നില്ല വീട്ടിലുള്ളവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്താൽ 2 മണിക്കൂർ ആ വധം അവിടെ പോരുന്ന ഞാൻ ഇവരെ വല്ലപ്പോഴും വിളിച്ചുകൊണ്ട് ചില തിയേറ്ററിൽ പോയി 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ എങ്ങോട്ടായി സാധനം പോകുന്നത്, ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ഒന്നെങ്കിൽ ചിരിക്കാനുണ്ടാവണം അല്ലെങ്കിൽ ചിന്തിക്കാനുണ്ടാവണം. ഇത് രണ്ടും അല്ലാതെ നമ്മുടെ സമയം കളയാനില്ല. നമ്മുടെ ടൈമിന് അത്രയും വേസ്റ്റാണ്. ഇവന്മാർ കാണിക്കുന്ന കോപ്രായം കണ്ടോണ്ടിരിക്കും. നമ്മൾ തന്നെ വെറും വാഴ. നമ്മുടെ 2 മണിക്കൂർ അതിനകത്ത് സമയം പൈസ പോട്ടെ, 2 മണിക്കൂർ ഇവർ കാണിക്കുന്ന ഈ വധം മുഴുവൻ കണ്ടോണ്ടിരിക്കാനായിട്ട് ആർക്കും നേരം. അതിന് ഇവർ ചിലപ്പോൾ നിർബന്ധിക്കുമ്പോൾ, വൈഫും മോളെ നിർബന്ധിക്കുമ്പോൾ അവർ മിക്കവാറും എല്ലാം പോയി കാണാറുണ്ട്. ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഏകദേശം പോകുന്നത് കാണാൻ പറ്റും. അന്നേരം സുഖമായിട്ട് എന്നെ തീരുമാനം വിളിച്ചാക്കാൻ പറയും, ഉറങ്ങാമല്ലോ, സേസിക്കത്തിരുന്ന സൗകര്യമായിട്ട് ഉറങ്ങാം. അതിനുവേണ്ടി ഉപയോഗിക്കും. കാരണം ഒന്നെങ്കിൽ ചിന്തിക്കാനുണ്ടാവണം, നമുക്ക് അതിനകത്ത് സാധനം ചിന്തിക്കാൻ, വീട്ടിൽ പോയി ക്യാരി ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ എൻജോയ്മെന്റ് എന്നുള്ളതൊക്കെയാണ്. ഇത് രണ്ടും അല്ലാത്തൊരു സാധനത്തിനെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ അതിന്റെ പോസിറ്റീവ് വശം ഞാൻ പറയുന്നത്, ഇപ്പൊ മോഹൻലാലിനെ പോലെ ഒരാൾ അതുപോലത്തെ സിനിമ ഇറക്കിയിട്ട് അടുത്ത സിനിമയ്ക്ക് ഇതൊന്നും ബാധിക്കാതെ ഫുൾ ആവേശത്തോടെ പുതിയ സിനിമയെ അപ്രോച്ച് ചെയ്ത് അവർ അഭിനയിക്കാൻ പറ്റുന്നത് എന്താ? സാധാരണ ആൾക്കാരാണെങ്കിൽ നമ്മളൊക്കെയാണ് അവിടെ വെച്ച് നിർത്തി പോകും, ഇവിടുത്തെ സാധനമൊക്കെ ചെയ്തിട്ട് ഇനിയും പോയി അടുത്ത സാധനത്തിന് നമ്മൾ നായകനായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാൽ. പക്ഷേ അവരൊക്കെ എന്താ ചെയ്യുന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, ആ സിനിമ ഇനി ഒന്നും പോയിട്ട് രണ്ടാമത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി ഒന്നത് റിലീസ് ചെയ്തു, ഫ്ലോപ്പായി. എനിക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്നത് അടുത്ത സിനിമയെ മെച്ചപ്പെടുത്തി കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഇതായിരിക്കണം ജീവിതത്തിൽ ഒരാളെ ചെയ്യണം, ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ പഴയത് കഴിഞ്ഞ പല കാര്യങ്ങൾക്കും നമുക്കിനി ഒന്നും ചെയ്യാനില്ല, അത് കഴിഞ്ഞു, ഓൾറെഡി ഹാപ്പൻ. അതിനകത്തുനിന്ന് ലെസൺ എടുക്കുക, അതിനകത്തുനിന്ന് നമ്മൾ പാഠം പഠിക്കുക. ആ സാധനമാണ് ഇനി ക്യാഷാക്കി തരാൻ പോകുന്നത്. ആ സാധനം പക്ഷെ ഈ സമയമാകുമ്പോഴത്തേനും പല ആൾക്കാരും മാളത്തിൽ കയറും. നമുക്ക് ശരിക്കുള്ള വെൽത്ത് ഉണ്ടാകേണ്ട സമയമാകുമ്പം ഭൂരിഭാഗം ആൾക്കാരും മാളത്തിലാണ്. ഇതാണ് ഓർഡിനറി ആൾക്കാർ ഓർഡിനറി ആയിട്ട് ജീവിക്കുന്നതിന്റെ കാര്യം. ആൾക്കാർ മാളത്തില്ല, പുറത്തില്ല, കളത്തിലില്ല, ക്രീസിലില്ല. പിന്നെ ഇങ്ങനെ കിട്ടുന്നത്
ഒരു ലോട്ടറി എങ്കിലും അടിച്ച, ഒരു അമ്പലത്തിലോ പള്ളിയിലോ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു ലോട്ടറി എങ്കിലും അടിച്ചാൽ എടാ നീ പോയി ലോട്ടറിയിൽ അടിക്കുക, എന്റെ മുമ്പിൽ ചുമ്മായി പ്രാർത്ഥിച്ചോണ്ടിരുന്നിട്ടുള്ള കാര്യം പുള്ളി പോലും പറയാം. ചെയ്യണ്ടേ, എന്തിനും ചെയ്താലേ പുള്ളിക്ക് സഹായിക്കാൻ പറ്റൂ. ലോട്ടറി എങ്കിലും അടിച്ചിരുന്നാൽ ഞാൻ നിനക്കൊരു ഒരു 5 ലക്ഷം രൂപ തരാൻ. അതുപോലെ നീ ചെയ്യാൻ തയ്യാറല്ലേ, പിന്നെ ഞാനെങ്ങനെ തരും? അതാണ് ഇതിനകത്തെ കാര്യം.